എടുക്കാനുള്ളത് ഫോർത്ത് മൊഡ്യൂളാണ്. അത് ഫോർത്ത് മൊഡ്യൂൾ ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ്. ഇനി ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്രാഫ് തിയറിയാണ്. നമ്മുടെ CS-ന് ഫുൾ ഗ്രാഫ് തിയറി എടുക്കുന്നത് നിങ്ങൾക്ക് 2 മൊഡ്യൂളിൽ ഗ്രാഫ് തിയറിയാണ് വരുന്നത്, മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം. ഫസ്റ്റ് ഗ്രാഫ് തിയറി പഠിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഇതിൽ ഗ്രാഫ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫസ്റ്റ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. A graph G equal to V, E consists of V, a non-empty set of vertices, and E, a set of edges. Each edge has either 1 or 2 vertices associated with it. Call it endpoints. An edge is said to connect its endpoints. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കി. ഈ എക്സാമ്പിളിൽ V1, V2, V3, V4, V5 അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. E1, E2, E3, E4, E5, E6, E7 വരെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഡ്ജസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? V1, V2 എക്സെട്ര എന്ന് എഴുതുന്നതിന് നമ്മൾ വേർട്ടെക്സ് എന്ന് വിളിക്കും. E1, E2 എക്സെട്ര എന്ന് എഴുതുന്നതിന് നമ്മൾ എഡ്ജസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എത്ര വേർട്ടെക്സുകളാണ് ഉള്ളത്? V1, V2, V3, V4, V5. അപ്പോൾ ഇവിടെ 5 വേർട്ടെക്സുകളുണ്ട്. എത്ര എഡ്ജസാണ് ഉള്ളത്? ഈ 7 വരെ പോകുന്നുണ്ട്. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ട്? 7 എഡ്ജസ് ഉണ്ട്. ഈ V1 എന്ന് പറയുന്ന വേർട്ടെക്സിനെയും V3 എന്ന് പറയുന്ന വേർട്ടെക്സിനെയും കണക്ട് ചെയ്യുന്ന എത്ര എഡ്ജ് ഇവിടെ ഉണ്ട്? 2 എഡ്ജ് ഉണ്ട്. ഏതൊക്കെയാണ്? E4ഉം E5ഉം. അതേപോലെ V1നെയും V2നെയും കണക്ട് ചെയ്യുന്ന എത്ര എഡ്ജ് ഇവിടെ ഉണ്ട്? E3 എന്ന് പറയുന്ന ഒരു എഡ്ജേ ഉള്ളൂ. പിന്നെ V2ന്ന് V2ലേക്ക് തന്നെ ഒരു എഡ്ജ് ഉണ്ട്. അതേത് എഡ്ജാണ്? E1 എന്ന് പറയുന്നതിന്. അതിനെയാണ് നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയുക കേട്ടോ. ലൂപ്പ് അത് ആ സ്റ്റാർട്ടിങ് വേർട്ടെക്സും എൻഡിങ് വേർട്ടെക്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലൂപ്പ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു വേർട്ടെക്സ് സെറ്റും ഒരു എഡ്ജ് സെറ്റുമായിട്ട് നമ്മളിങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ഗ്രാഫ് എന്ന് വിളിക്കും. അതിനൊരു വേർട്ടെക്സ് സെറ്റ് Vയും വേണം, എഡ്ജ് സെറ്റ് Eയും വേണം. ഇവിടെ വേർട്ടെക്സ് സെറ്റ് V എന്താ? V എന്ന് പറയുന്നത് V1, V2, V3, V4, V5 എന്ന് പറയുന്ന വേർട്ടെക്സ് സെറ്റിൻ്റെ കളക്ഷനാണ്. E എന്താ? E1, E2 എക്സെട്ര E7 വരെ. അപ്പോൾ ഇതിനെയാണ് ഒരു ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. മൾട്ടിപ്പിൾ എഡ്ജസ് ആൻഡ് മൾട്ടി ഗ്രാഫ്. A set of 2 or more edges of a graph G connecting the same pair of vertices is called a set of multiple edges. Graph that may have multiple edges connecting the same vertices are called multigraph. അതായത് മൾട്ടിപ്പിൾ എഡ്ജ് ഉള്ള ഒരു ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടി ഗ്രാഫ് എന്ന് വിളിക്കും. ഇപ്പോൾ ഈ പിക്ചർ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ V1നെയും V3യെയും കണക്ട് ചെയ്യുന്ന 2 എഡ്ജ് ഇവിടെ ഉണ്ട്, ഒരു എഡ്ജ് അല്ല. 2 എഡ്ജ് ഏതൊക്കെയാണ്? E4ഉം E5ഉം ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ എഡ്ജസ് ആണ് V1നെയും V3യിലെയും കണക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ത് ഗ്രാഫായിരിക്കും? മൾട്ടി ഗ്രാഫ് ആയിരിക്കും. ഇതിൻ്റെ മൾട്ടിപ്പിൾ എഡ്ജസ് ഏതൊക്കെയാണ് വരിക? E4ഉം E5ഉം ആയിരിക്കും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനിഷൻ സ്യൂഡോഗ്രാഫിൻ്റെയാണ്. ഗ്രാഫ് ദാറ്റ് മേ ഇൻക്ലൂഡ് ലൂപ്സ് ആൻഡ് പോസിബിളി മൾട്ടിപ്പിൾ എഡ്ജസ് കണക്ടിങ് ദ സെയിം പെയർ ഓഫ് വേർട്ടീസസ് ഓർ എ വേർട്ടെക്സ് ടു ഇറ്റ് സെൽഫ് ആർ സംടൈംസ് കോൾഡ് സ്യൂഡോഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാവാം? ലൂപ്സ് ഉണ്ടാവാം ആൻഡ് മൾട്ടിപ്പിൾ എഡ്ജസും ഉണ്ടാവാം. അതായത് ലൂപ്സും മൾട്ടിപ്പിൾ എഡ്ജസും ഏതെങ്കിലും ഒന്ന് രണ്ടും വേണം. മൾട്ടിപ്പിൾ എഡ്ജസും ലൂപ്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കും? സ്യൂഡോഗ്രാഫ് എന്ന് വിളിക്കും. ഇപ്പോൾ ഈ ഗ്രാഫ് ഇവിടെ നോക്കി, ഇതിലേതാ ലൂപ്പ് ഏതാ വരുന്നത്? E1 ആണ് അല്ലേ. V2ന്ന് V2ലേക്ക് കണക്ഷൻ വരുന്നത് E1 എന്ന് പറയുന്ന എഡ്ജല്ലേ. അതേപോലെ മൾട്ടിപ്പിൾ എഡ്ജസ് ഏതൊക്കെയാണ്? സെയിം V1നെയും V3യും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണോ ഇവിടെ ഉള്ളത്? അല്ല, 2 എണ്ണം ഉണ്ട്, E4ഉം E5ഉം. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഏതൊക്കെയാണ് വരുന്നത്? E4ഉം E5ഉം. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ എഡ്ജസും ഉണ്ട്, ബാക്കി എന്തും ഉണ്ട്? ലൂപ്പും ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ഗ്രാഫായിരിക്കും? സ്യൂഡോഗ്രാഫ് ആയിരിക്കും. നെക്സ്റ്റ് ഡെഫിനിഷൻ ലൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ സെയിം വേർട്ടെക്സിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ നെക്സ്റ്റ് ഡെഫിനിഷൻ സിമ്പിൾ ഗ്രാഫ്. എന്താണ് സിമ്പിൾ ഗ്രാഫ് എന്ന് നോക്കിയേ. എ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് എഡ്ജ് കണക്ട്സ് 2 ഡിഫറെൻറ്റ് വേർട്ടീസസ് ആൻഡ് വേർ നോട്ട് 2 എഡ്ജസ് കണക്ട് ദ സെയിം പെയർ ഓഫ് വേർട്ടീസസ് ഈസ് കോൾഡ് എ സിമ്പിൾ ഗ്രാഫ്. ദാറ്റ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ഹാസ് നെയ്തർ ലൂപ്സ് നോ മൾട്ടിപ്പിൾ എഡ്ജസ് ഈസ് കോൾഡ് എ സിമ്പിൾ ഗ്രാഫ്. ഒരു ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ പാടില്ല? മൾട്ടിപ്പിൾ എഡ്ജസും പാടില്ല, ലൂപ്സും പാടില്ല. ഇപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ നമ്മൾ ഇവിടെ വരച്ച ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണോ? അല്ല. കാരണം അതിൽ E1 ഉണ്ട്, E1 എന്ന് പറയുന്ന ലൂപ്പും ഉണ്ട്, ബാക്കി എന്തുണ്ട്? മൾട്ടിപ്പിൾ എഡ്ജസ് ആയി E4ഉം E5ഉം ഉണ്ട്. പക്ഷേ ഈ ഗ്രാഫ് നോക്കി, ഈ ഗ്രാഫിൽ എന്തില്ല? മൾട്ടിപ്പിൾ എഡ്ജസ് ഇല്ല.
കാരണം രണ്ട് വേർട്ടെക്സുകളെ രണ്ട് എഡ്ജ് കണക്ട് ചെയ്യുന്നില്ല. ഓൾറെഡി സെയിം വേർട്ടെക്സിന് സെയിം വേർട്ടെക്സിലോട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ലൂപ്പും ഇല്ല, മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ല. അപ്പോൾ ഇത് എന്ത് ഗ്രാഫായിരിക്കും? സിമ്പിൾ ഗ്രാഫായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദ മാക്സിമം ഡിഗ്രി ഓഫ് എനി വേർട്ടെക്സ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വേർട്ടീസസ് ഈസ് n-1. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് എന്താ പറയുന്നത്, ഒരു സിമ്പിൾ ഗ്രാഫിലെ ഏതൊരു വേർട്ടെക്സിൻ്റെയും മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് n വേർട്ടെക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിൻ്റെ ഒരു മാക്സിമം ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n-1 ആയിരിക്കും. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓരോ വേർട്ടെക്സുകൾക്കാണ് നമ്മൾ ഡിഗ്രി പറയാം. ഇവിടെ V1 എന്ന് പറയുന്ന വേർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? അതിന് എത്ര എഡ്ജാണ് കണക്റ്റ് ആയിട്ടുള്ളത്? 3 അല്ലേ? E1, E2, E5. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? 3 ആയിരിക്കും. V2ൻ്റെ ഡിഗ്രി എത്രയാണ് വരിക? 2 ആണ് വരിക. V4ൻ്റെ ഡിഗ്രി എത്രയാണ് വരിക? 3 ആണ് വരിക. V3യുടെ ഡിഗ്രി എത്രയാണ് വരിക? 2 ആണ് വരിക. അതായത് എത്ര എഡ്ജ് ആ വേർട്ടെക്സിലോട്ട് കണക്റ്റ് ആയോ അതാണ് ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ എന്താ പറയുന്നത്? ഒരു സിമ്പിൾ ഗ്രാഫ് നമ്മൾ G എടുക്കുകയാണ്, അതിന് n വേർട്ടെക്സുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആ ഓരോ വേർട്ടെക്സുകളെയും മാക്സിമം ഡിഗ്രി എത്രയേ വരൂ? n-1 വരൂ എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്തു, അതിന് n വേർട്ടെക്സുകളാണ് ഉള്ളത്. അപ്പോൾ സിമ്പിൾ ഗ്രാഫാണ്. സിമ്പിൾ ഗ്രാഫ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? ലൂപ്പും ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ എഡ്ജസും ഉണ്ടാവില്ല. സോ ടോട്ടൽ n വേർട്ടെക്സുകളാണ് അതിനുള്ളത്. ഓക്കെ, അത് ഓരോന്നും അഡ്ജസൻ്റ് ആയിരിക്കുന്നത്, ഓരോ ടോട്ടൽ n വേർട്ടെക്സ് ഉണ്ട്, ഓരോ വേർട്ടെക്സുകളും ആ വേർട്ടെക്സുകളോട് അഡ്ജസൻ്റ് ആവില്ല. ആ വേർട്ടെക്സിക്ക് തന്നെ കണക്ഷൻ ഉണ്ടാവും? ഇല്ല. കണക്ഷൻ ഉണ്ടായാൽ എന്തായി? ലൂപ്പ് ഫോം ചെയ്ത് എന്ത് സംഭവിക്കും? അത് സിമ്പിൾ ഗ്രാഫ് അല്ലാതായിട്ട് മാറും. നമ്മൾ എടുക്കുന്നത് സിമ്പിൾ ഗ്രാഫ് അല്ല, അപ്പോൾ അതിൽ ലൂപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ V1 എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ V1ലോട്ട് കണക്ഷൻ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ V1ൽ നിന്ന് ബാക്കി എല്ലാത്തിലോട്ടും കണക്ഷൻ ഉണ്ടാവാം. ഇപ്പോൾ V1, V2 എക്സെട്ര Vn ആണ് നമ്മുടെ വേർട്ടെക്സുകൾ എന്ന് ഇരിക്കട്ടെ. അപ്പോൾ V1 to V1 കണക്ഷൻ ഉണ്ടാവില്ല, കാരണം നമ്മളെടുത്തത് സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ അതിൻ്റെ ലൂപ്പ് ഉണ്ടാവില്ല. പക്ഷേ V1ൽ നിന്ന് ബാക്കി ഏതിലോട്ടൊക്കെ അഡ്ജസൻ്റ് ആവാം? V2ലോട്ട് അഡ്ജസൻ്റ് ആയിട്ടൊരു എഡ്ജ് ഉണ്ടാവാം, V3ലോട്ട് ഉണ്ടാവാം, എക്സെട്ര Vnലോട്ട് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര എഡ്ജ് അവിടെ വരുന്നത്? V1ൽ നിന്ന് എത്ര എഡ്ജസ് കണക്ഷൻ വരുന്നുണ്ട്? n-1 വരൂ. V1, V2 എക്സെട്ര Vn ആണ്. V1ൽ നിന്ന് V1 കണക്ഷൻ വരില്ല. അപ്പോൾ ടോട്ടൽ n വേർട്ടെക്സുകളിൽ നിന്ന് V1 എന്ന് പറയുന്ന വേർട്ടെക്സ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര എണ്ണം വരും? n-1 എണ്ണം വരും. n എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? ലൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു വേർട്ടെക്സ് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിന് എത്രയായിരിക്കും ഡിഗ്രി വരുന്നത്? മാക്സിമം n-1 വരുള്ളൂ. n വന്നാൽ എന്ത് ഫോം ചെയ്യും? ലൂപ്പ് ഫോം ചെയ്യും. അതാണ് റിസൾട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്. ദ സെറ്റ് ഓഫ് വേർട്ടീസസ് V ഓഫ് എ ഗ്രാഫ് G മേ ബി ഇൻഫൈനൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിലൊക്കെ V1, V2 എക്സെട്ര V5 ആണ് അതിൻ്റെ വേർട്ടെക്സ് എന്ന്. ഈ വേർട്ടെക്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രാഫ് എന്ത് ഗ്രാഫായിരിക്കും? ഇൻഫൈനൈറ്റ് ഗ്രാഫായിരിക്കും. ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഫൈനൈറ്റ് ഗ്രാഫായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു നോക്കി എന്ത് ഗ്രാഫാണ്? ഫൈനൈറ്റ് ഗ്രാഫാണ്. എഡ്ജസിൻ്റെ നോക്കാം കേട്ടോ. എഡ്ജസിൻ്റെ നമ്പറും ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ആവാം. ഒന്നെങ്കിൽ ഇൻഫൈനൈറ്റ് വേർട്ടെക്സ് സെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് എഡ്ജ് സെറ്റ് ഒക്കെ